ഈ മണിക്കൂർ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ KS ബൈജു ഈ സ്വർണ്ണക്കൊള്ളയിലെ 7ാം പ്രതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ബൈജു കേസിലെ എത്രാമത്തെ പ്രതിയാണ്? എപ്പോഴായിരുന്നു ബൈജുവിന്റെ അറസ്റ്റ്? എന്താണ് SIT സംഘം ഈ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം? KS ബൈജുവിനെ നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇന്ന് വിളിപ്പിച്ചിരുന്നത്. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തി മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈന്തയ്ക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. നാളെയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. എന്തായാലും ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള 3ാമത്തെ അറസ്റ്റാണ്. ആദ്യം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് സുധീഷിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് അന്ന് തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെ അറസ്റ്റിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. നേരത്തെ ദേവസ്വം വിജിലൻസും ഇയാളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയിരുന്നു. അന്ന് ഈ ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ ഈ കട്ടളപ്പാളിയും കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ഈ ബൈജു. പക്ഷെ ആ ബൈജു അവിടെ സംഭവ സ്ഥലത്ത് എത്തുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ഇയാളുടെ അസാന്നിധ്യം അന്ന് ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പല രേഖകളിലും ഉൾപ്പെടെ കൃത്രിമം കാണിക്കുകയും ചെയ്തു. ഇത്തരം വീഴ്ചകൾ ഉണ്ടായെന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ 7ാം പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്നത്തെ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണ സംഘം അറസ്റ്റുമായി നീങ്ങുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമാകുകയും ചെയ്യുന്നത്. ഇനിയും ഉദ്യോഗസ്ഥരിലേക്ക് അറസ്റ്റിലേക്ക് പോകുന്നു എന്നൊരു കാര്യവും ഇതിലൂടെ വ്യക്തമാകുകയും ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറുണ്ട്. ഒപ്പം തന്നെ മറ്റു ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട്. അപ്പോൾ നിർണായകമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയല്ലേ സിജോ SIT ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഇയാളുടെ അറസ്റ്റോടുകൂടി നമുക്കത് വ്യക്തമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ ഉടനടി പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയില്ലേ? തീർച്ചയായും അദ്ദേഹം വൈകാതെ തന്നെ പത്മകുമാറിലേക്കും അന്വേഷണം എത്തുന്നു. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന വാസുവിനെ ചോദ്യം ചെയ്തത്. ഇതിൽ നിന്നുൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോർഡ് അംഗങ്ങളിലേക്കും അന്വേഷണം എത്തുകയും ചെയ്തിട്ടുണ്ട്. N വിജയകുമാറിനെ 2 ദിവസം മുമ്പ് ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും അയാളെയും പത്മകുമാറിനെയും വൈകാതെ തന്നെ ചോദ്യം ചെയ്യുമെന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആദ്യം മുതൽ തന്നെ ഈ അന്വേഷണം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇത് ഘട്ടം ഘട്ടമായി ഇത്തരത്തിൽ ആണ് അറസ്റ്റിലേക്ക് പോകുന്നത്. ആദ്യം പ്രാഥമികമായ വിവരശേഖരണം നടത്തുന്നു, പിന്നെ തെളിവുകൾ ശേഖരിക്കുന്നു. അതിനുശേഷമാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണെങ്കിൽ 10 ദിവസത്തിന് ശേഷമാണ് ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിനുശേഷവും വിശദമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഓരോ ഉദ്യോഗസ്ഥരിലേക്കും എത്തുകയും ചെയ്യുന്നത്. ആദ്യം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു. മുരാരി ബാബു അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു. മുരാരി ബാബു ആണ് അന്ന് ഈ രേഖകളിൽ സ്വർണ്ണപ്പാളികൾ എന്നത് ചെമ്പ് രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥൻ. അതിനുശേഷമാണ് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീറിന്റെ അറസ്റ്റിലേക്ക് വരികയും ചെയ്യുന്നത്. പിന്നീട് ഓരോ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്ന 9 ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ 9 അല്ല 8 പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ അന്നത്തെ ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയെ മാത്രമാണ് ചോദ്യം ചെയ്യാത്തത്. അവർ ആരോഗ്യ കാരണങ്ങളാൽ ചോദ്യം ചെയ്യൽ ഹാജരായിട്ടില്ല. അത് മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരെയും പങ്ക് സംബന്ധിച്ച് വിശദമായ തെളിവുകൾ ശേഖരിക്കുന്നു. അവരിൽ നിന്ന് മൊഴികൾ എടുക്കുന്നു. അതിനുശേഷം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണ് ഈ കേസിൽ 3ാമത്തെ അറസ്റ്റിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നിർണായകമായ ഒരു അറസ്റ്റ് തന്നെയാണ്. ഇയാളുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിനു പുറമെ ഇയാള് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്.
ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും വരുന്ന ദിവസങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SIT സംഘം കൃത്യമായി തന്നെ ഈ കേസിലെ നാലാമത്തെ ഒരു അറസ്റ്റിലേക്ക് പോകുന്നു. 7ാം പ്രതിയായിട്ടുള്ള KS ബൈജുവിനെ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മുരാരി ബാബുവിനെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു ചോദ്യം ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ബൈജുവിന്റെ ഈ അറസ്റ്റോടുകൂടെ? ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഇനിയിപ്പോ മുരാരി ബാബു റിമാൻഡിലാണുള്ളത്. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം വിശദമായി ചോദ്യം ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസ് വരുന്നത്. കട്ടിളപ്പാളി കേസിലെ അറസ്റ്റ് കേസ് വരികയും ചെയ്യുന്നത്. ഇന്ന് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ അപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കട്ടിളപ്പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരുടെ കസ്റ്റഡിയിലാണ്, SITയുടെ കസ്റ്റഡിയിലാണുള്ളത്. SIT വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതിന്റെ തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷമാണ് ഓരോ ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ, മൊഴി ഈ KS ബൈജുവിനെതിരെ ലഭിച്ചു എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബൈജുവിനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഇവിടെ ഓരോരുത്തരുടെയും പങ്ക് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായ മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്.